ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതിനാൽ മനോരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിലാകും ചോദ്യം ചെയ്യൽ. അതേസമയം കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഇനിയും ഒരെത്തും പിടിയും കിട്ടാത്ത തരത്തിലാണല്ലോ ഈ കേസിന്റെ പോക്ക്. കൃഷ്ണരാജ്, അതാണ് ഏകദേശം ഒരാഴ്ചയോളം കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവേന്ദു കൊലക്കേസിൽ 2 വയസ്സുകാരിയുടെ ദുരൂഹ മരണത്തിൽ ആരാണ് കൊലപാതകി, എന്തിനീ കൃത്യം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയോ അല്ലെങ്കിൽ അതിലൊരു സ്ഥിരീകരണത്തിനോ പോലീസിന് സാധിച്ചിട്ടില്ല. കുറ്റം സ്വമേധയെ ഏറ്റെടുത്ത ഹരികുമാർ അടക്കമുള്ളവർ മാത്രമാണോ ഈ കേസിൽ? അമ്മയ്ക്കിതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്ന ഹരികുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും മറ്റ് തെളിവെടുപ്പുകൾക്കുമൊക്കെയായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നത്. ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് ഇതിനുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 5 ദിവസത്തേക്കോ മറ്റോ പ്രതിയെ അല്ലെങ്കിൽ ഈ ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ ലഭിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും ഉണ്ടാവുക. പിന്നീടായിരിക്കും ഈ കേസിൽ ഒരു കൃത്യതയും വ്യക്തതയും വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഒരു പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന അമ്മ ശ്രീധുവിനെതിരെ ഗുരുതര ആരോപണങ്ങളും പരാതികളും ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. തുടക്കം മുതൽ തന്നെ അമ്മ പറയുന്നുണ്ട് താൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ കൃത്യത്തിൽ തനിക്ക് പങ്കില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്നെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കേസുകളിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ശ്രീധുവിന്റെ അറസ്റ്റ് ബാലരാമപുരം പോലീസ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ തൊഴിൽ വാഗ്ദാനം നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡിലടക്കം ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടും വ്യാജരേഖ ചമച്ചുകൊണ്ടുമൊക്കെ ലക്ഷങ്ങൾ ശ്രീധു തട്ടിയെടുത്തിട്ടുണ്ട്. 10 ലക്ഷം രൂപ നൽകിയെന്ന പേരിൽ വ്യാജ കാർഡടക്കം ഉണ്ടാക്കി അല്ലെങ്കിൽ വ്യാജരേഖ അടക്കം ഉണ്ടാക്കിയ കേസിലാണ് ഇന്നലെ നെയ്യാറ്റിൻകര സ്വദേശി ഷിജുവിന്റെ പരാതിയിൽ ബാലരാമപുരം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും അത്തരത്തിൽ കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. 4-ലധികം പരാതികൾ ശ്രീധുവിനെതിരെ നെയ്യാറ്റിൻകര പോലീസിന് മുൻപാകെ എത്തിയൊരു സാഹചര്യമുണ്ട്. 30 ലക്ഷം രൂപ വരെ തട്ടിയെടുത്തിട്ടുണ്ട്. വിവിധ ആളുകളിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് ശ്രീധുവിനെതിരായിട്ടുള്ള കേസ്. ഈ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരത്തെ ജയിലിലേക്ക്, വനിതാ ജയിലിലേക്ക് ശ്രീധുവിനെ മാറ്റിയിട്ടുമുള്ളത്. ശ്രീധുവിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഇന്ന് തന്നെ കോടതിയിൽ പോലീസ് നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇരുവരെയും ഒരുമിച്ച് ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ണി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇരുവരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയൊക്കെ ഉണ്ടാകാം. പക്ഷേ പോലീസ് ബോധപൂർവം അതൊക്കെ പറയാൻ മടിക്കുന്നതുമാകാം. കാരണം എല്ലാ വിവരങ്ങളും പുറത്തേക്ക് കൊണ്ടുവരിക, പുറത്തേക്ക് പറയുക ഒരു പോലീസിൻ്റെ രീതിയുമല്ല. പക്ഷേ ഒന്ന് സാമ്പത്തിക തട്ടിപ്പും മറ്റൊന്ന് കൊലപാതകവുമായി പോലീസ് മാറ്റുന്നതാണോ എന്ന സംശയം. എന്നുവെച്ചാൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടില്ല എന്നല്ല, പക്ഷേ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യിപ്പിക്കാതെ മാറ്റി നിർത്തുന്നതാണോ എന്നൊരു സംശയം ഈ നവമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. ശാലിനി, കൃഷ്ണരാജ്, അത് തന്നെയാണ്. കാരണം ഈ ആദ്യത്തെ കൊലപാതക കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹരികുമാർ സ്വമേധയാ കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. താനാണ് ഈ കുഞ്ഞിനെ കൊന്നത്. തനിക്ക് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് തനിക്ക് ഈ കുഞ്ഞിനോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കാതെ അമിതമായി ശ്രീധു സഹോദരി കുഞ്ഞിനെ സ്നേഹിച്ചതിലുള്ള വൈരാഗ്യമാണ് ഈ കൊലയിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ കുഞ്ഞിന്റെ കരച്ചിൽ തനിക്ക് അസഹനീയമായി തോന്നി. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. പക്ഷേ അത് വിശ്വാസയോഗ്യമായി ഒരിക്കലും പോലീസ് എടുത്തിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആ കേസുമായി ബന്ധപ്പെട്ട് വേണം. പക്ഷെ ആ കേസിൽ ഒരു രീതിയിലും കണ്ണിക്കാനോ അല്ലെങ്കിൽ കണ്ണിയാക്കാനോ ശ്രീധുവിന് സാധിച്ചിട്ടില്ല പോലീസിന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഇരുവരും തമ്മിൽ ചില വഴിവിട്ട ഇടപാടുകൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് ചില ഒരു സഹോദരനപ്പുറം ചില ബന്ധങ്ങൾ ഇരുവരും സൂക്ഷിച്ചിരുന്നു, ചില നിഗൂഢതകൾ ഇവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കരിക്കകം സ്വദേശിയായ പ്രദീപ് എന്ന ഗുരുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. എന്തായാലും ആദ്യത്തെ കേസിൽ, അതായത് സ്വന്തം മകളെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണിയാക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ശ്രീധുവിനെതിരായി വന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൃത്യമായി പരാതി ലഭിക്കുകയും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്താനും പോലീസിന് കഴിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ രണ്ടായി ഈ കേസിനെ കണ്ടുകൊണ്ട് പിന്നീട് ഈ കേസിനെ ബന്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പോലീസിനുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സാമ്പത്തിക പ്രശ്നങ്ങളാണോ ഈ കുഞ്ഞിനെ കൊല്ലുന്ന
രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസമോ മറ്റോ ആണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തണം. അതിൽ കൃത്യമായി ഹരികുമാറാണ് മൊഴി നൽകേണ്ടത്. ഹരികുമാർ പല ഘട്ടങ്ങളിലും മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുന്ന ഒരു അങ്ങനെയെങ്കിൽ ഈ മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതാണോ, അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന സംശയവും പോലീസിനുണ്ടാകുമല്ലോ. കൃഷ്ണരാജ്, തീർച്ചയായും. കാരണം തുടക്കം മുതൽ തന്നെ പോലീസ് സംശയിക്കുന്നുണ്ട് ഇതിൽ ഒരാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളത്. അത് ഹരികുമാറിന് തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായും അമ്മ കുഞ്ഞിനെ കൊന്നതിന് ശേഷം കേസ് സഹോദരൻ ഏറ്റെടുത്തതാണോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും നിഴലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ഇളവ് തനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണോ താൻ ഈ കേസ് ഏറ്റെടുക്കാൻ ഇടയാക്കിയത് എന്നുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ പോലീസിന് ഇപ്പോഴും ഉണ്ട്. എന്തായാലും അതിലൊക്കെ ശ്രീധുവിന്റെ പങ്ക് അന്വേഷിക്കുകയാണ്. മറ്റാരിലേക്കും നിലവിൽ ഈ കേസ് എത്തിയിട്ടില്ല. ശ്രീധുവിനെ പ്രതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ശ്രീധുവിനെതിരെ മൊഴി നൽകിയ സാഹചര്യം സ്വന്തം ഭർത്താവ് ശ്രീജിത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭർത്താവിന്റെ അച്ഛൻ മരുമകളായ ശ്രീധുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്ത ശ്രീധുവിനെ ഒരു പക്ഷേ നാളെ ഒരു കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് 2.5 വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഖണ്ഡിക്കാൻ പറ്റുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രിയിൽ നടന്ന വാട്സ്ആപ്പ് ചാറ്റുകളാണ്. സഹോദരനും സഹോദരിയും തമ്മിൽ നടത്തിയിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും വീഡിയോ കോളുകളുമാണ്. ഈ ഫോണുകൾ രണ്ടും ഡിലീറ്റ് ചെയ്തതിനു ശേഷം, ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തതിനു ശേഷമാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉള്ളത്. അപ്പോൾ അത് തിരികെ എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും സാക്ഷിമൊഴികളെല്ലാം തന്നെ ശ്രീധുവിന് എതിരാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിലാണെങ്കിലും ഒപ്പം തന്നെ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശ്രീധുവിന് എതിരായി നിൽക്കുന്ന സാഹചര്യം. കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറയാത്തൊരു പശ്ചാത്തലം. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും മൊഴിയെടുക്കലും ഒപ്പം തന്നെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭ്യമാക്കിയതിനു ശേഷം കൃത്യമായ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് ഈ 2 കേസുകളിലും ശ്രമിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, പ്രതി ഹരികുമാറിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡി അപേക്ഷ നൽകാൻ പോവുകയാണ് പോലീസ്. സാമ്പത്തിക തട്ടിപ്പിൽ ശ്രീധു അറസ്റ്റിലായിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.